തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉമാ തോമസ് തന്നെ UDF സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കുമ്പോൾ പൊതു സ്വതന്ത്രനെ നിർത്താനാണ് LDF ആലോചന. അഡ്വക്കേറ്റ് AG ഉദയകുമാർ, CK മണിശങ്കർ എന്നിവരെയും പരിഗണിക്കുന്നെന്ന് അറിയുന്നു. TP സിന്ധുമോൾ, PR ശിവശങ്കർ എന്നിവരെയാണ് BJP സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. ലെബി സജീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലെബി, തൃക്കാക്കരയിൽ ഉമാ തോമസ് ഉറപ്പിക്കുമ്പോൾ മറുഭാഗത്ത് LDF ആരെയാണ് കളത്തിലിറക്കാൻ പോകുന്ന ഒരു ആകാംക്ഷയുണ്ട്. പൊതു സ്വതന്ത്രനെ നിർത്തുന്നു ഇത്തവണയും എന്നുകൂടി അറിയാൻ കഴിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനീത, സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ച് പറയും മുമ്പ് തൃക്കാക്കര മണ്ഡലത്തെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം 2011 രൂപം കൊണ്ടതാണ് തൃക്കാക്കര മണ്ഡലം. തൃക്കാക്കര എന്ന് പറയുമ്പോൾ പഴയ തൃപ്പൂണിത്തറയുടെ ഭൂരിഭാഗം ഭാഗവും പഴയ എറണാകുളം മണ്ഡലത്തിന്റെ കുറച്ച് ഭാഗവും ചേർന്നാണ് പുതിയ തൃക്കാക്കര അന്ന് രൂപം കൊണ്ടത്. 2011 തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചപ്പോൾ അത് പൊതുവെ കേരളത്തിൽ തന്നെ ഏറ്റവും UDFന് അനുകൂലമായ ഒരു മണ്ഡലം എന്ന് പൊതുവെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. UDFന് വളരെ സുരക്ഷിത മണ്ഡലമെന്ന് അവർ കരുതുന്ന മണ്ഡലവുമാണ്. 2011 മണ്ഡലം ആദ്യം രൂപം കൊണ്ട സമയത്ത് അന്ന് ആദ്യം മത്സരിച്ചതും UDFൽ നിന്ന് മത്സരിച്ചതും വിജയിച്ചതും ബെന്നി ബെഹനാനാണ്. അന്ന് തന്നെ ഏതാണ്ട് 2500ഓളം വോട്ടുകളുടെ മാർജിനിലാണ് വിജയിക്കുന്നത്. അതിനുശേഷമാണ് PT തോമസ് വരുന്നു. PT തോമസ് 2016 വിജയിക്കുന്നു, 2021 വിജയിക്കുന്നു. അതിനുശേഷം PT തോമസിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഭാര്യ ഉമാ തോമസ് മത്സര രംഗത്തേക്ക് വരുന്നു. ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ 25,000ഓളം വോട്ടുകളിലേക്ക് മാർജിൻ ഉയർത്തുകയും ചെയ്തു. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊതുവെ ഒരു UDF അനുകൂല മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ്. അത് മാത്രമല്ല മണ്ഡലത്തിന്റെ പ്രത്യേകത, മണ്ഡലം ഏറ്റവും കൂടുതൽ തൃക്കാക്കര നഗരസഭ മാറ്റി നിർത്തിയാൽ ബാക്കി ഭാഗങ്ങളെല്ലാം കൊച്ചി കോർപ്പറേഷന്റെ ഭാഗമായി കിടക്കുന്നതാണ്. കോസ്മോപൊളിറ്റൻ സിറ്റിയുടെ ഭാഗമാണ് എന്ന് പറയാം. മാത്രമല്ല ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന വ്യവസായ മേഖലയുടെ ഭാഗമാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാമുദായിക സമവാക്യവും ഏറെ ശ്രദ്ധേയമാണ്. ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് തുല്യം ഉള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് സാമുദായിക പരിഗണന ആർക്ക് നൽകിയാലും അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം LDF ഒരേ ഒരു തവണ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ ഒരാളെ നിർത്തിയിരിക്കുന്നത്. തൃക്കാക്കര വന്നതിന് ശേഷം 2011 ME ഹസൈനാരെയാണ് അന്ന് നിർത്തിയത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പൊതു സ്വതന്ത്രരെയാണ് പരീക്ഷിച്ചിരിക്കുന്നത്. 2016 ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ നിർത്തി, 2021 ഡോക്ടർ J ജേക്കബിനെ നിർത്തി, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ തൊട്ടടുത്ത വർഷം ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ ഡോക്ടർ ജോ ജോസഫിനെയും നിർത്തി. എന്നാൽ ഈ തരത്തിൽ മാർജിൻ കുത്തനെ ഉയരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഔദ്യോഗിക ചർച്ചകളാകുന്നതേയുള്ളൂ 3 മുന്നണിയിൽ എങ്കിൽ പോലും സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ ഉമാ തോമസിനെ മാറ്റാനുള്ള സാഹചര്യമൊന്നുമില്ല. അതേസമയം CPMനെ സംബന്ധിച്ചിടത്തോളം പൊതു സ്വതന്ത്രനെ തന്നെയാണ് തേടുന്നത്. അതല്ലെങ്കിലാണ് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃക്കാക്കര ഏരിയ സെക്രട്ടറിയും ഒപ്പം തന്നെ തൃക്കാക്കര നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയായ ഉദയകുമാറിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ മറ്റൊരാളെ കൂടി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അത് മണിശങ്കറാണ്. മണിശങ്കർ നേരത്തെ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ആളാണ് കൊച്ചി നഗരസഭയിൽ. കൊച്ചി കോർപ്പറേഷനിൽ CITയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഈ രണ്ടുപേരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു. BJP ആകട്ടെ TP സിന്ധുമോൾക്കും അഡ്വക്കേറ്റ് ശിവശങ്കറുമാണ് സാധ്യത കൽപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ഇങ്ങനെ ആകുന്നതേ ഉള്ളൂവെങ്കിൽ പോലും മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കര. അവിടെ സിറ്റിംഗ് MLA ആയതുകൊണ്ട് UDFൽ വലിയ ആശയക്കുഴപ്പമില്ല എങ്കിലും മറ്റ് 2 മുന്നണികളിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. ഏതായാലും തൃക്കാക്കര മണ്ഡലത്തിൽ ഇത്തവണയും പൊതു സ്വതന്ത്രനെ ഇറക്കുന്നു LDF എന്നതാണ്. ലെബി പറഞ്ഞതുപോലെ സമുദായങ്ങൾക്കൊക്കെ ഏകദേശം തുല്യ വോട്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളായിരിക്കില്ല. കൂടുതൽ ജയസാധ്യത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും നിർത്തുക എന്നറിയാൻ കഴിഞ്ഞു. ഏതായാലും ഉമാ തോമസ് UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു, അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. ലെബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്